ഹായ് എവ്രിവൺ. സോ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രോഗ്രാമിംഗ് ഇൻ സിയുടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആണ്. അപ്പം ഇവിടെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പറയുമ്പോഴത്തേനും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ ഒരു സി പ്രോഗ്രാം എഴുതാനായിട്ട് അറിയാം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് വളരെ ഈസി ആയിട്ട് പാസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഓരോ മോഡ്യൂൾ നിങ്ങൾ പഠിക്കുമ്പോഴത്തേനും നമ്മൾക്കിപ്പോൾ ഈ ഒരു പേപ്പർ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്ന ടോപ്പിക്സ് നോക്കിക്കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ടോപ്പിക്സുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ഇപ്പോൾ നമുക്കൊരു പ്രോഗ്രാം ചോദിക്കുമ്പോഴത്തേനും നമുക്ക് പല ടൈപ്പിൽ ആ ഒരു പ്രോഗ്രാംസിന് വേറെ വേറെ രീതിക്ക് ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിനൊരു പാറ്റേൺ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കത്തില്ല. എന്തൊക്കെയാണ് എംഫസൈസ് കൊടുക്കേണ്ട ടോപ്പിക് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. മോഡ്യൂൾ 1 വരുന്നത് അൽഗോറിതം, ഫ്ലോ ചാർട്ട്, സൂഡോ കോഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്താണെങ്കിലും കമ്പൽസറി ആയിട്ട് വരുന്നതാണ്. അൽഗോറിതത്തിൽ നമ്മൾ കണ്ടുവരുന്നത് റൈറ്റ് ദി അൽഗോറിതം ഫോർ 3 നമ്പറിൽ ഒരെണ്ണം ലാർജസ്റ്റ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ സ്വാപ്പിംഗ്, അല്ലെങ്കിൽ സം ഓഫ് ഡിജിറ്റ്സ് ഒന്നിൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പം അൽഗോറിതം നിങ്ങൾ എഴുതാനായിട്ട് വരും. പിന്നെ ഫ്ലോ ചാർട്ട് വരയ്ക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരും. ചിലപ്പോൾ സമ്മ് കണ്ടുപിടിക്കാനോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനോ ഒക്കെ. സൂഡോ കോഡ് എഴുതേണ്ടത്, അതായത് പക്കാ കോഡിംഗ് അല്ലാണ്ട് ഒരു അൽഗോറിതത്തിൻ്റെയും കോഡിൻ്റെയും ഇടയിലുള്ള ഒരു സംഭവം എഴുതാനായിട്ടും ചോദിക്കും. പിന്നെ തിയറി ക്വസ്റ്റ്യൻസ് നമുക്ക് മോഡ്യൂൾ 1 കൂടുതൽ വരുന്നത് പ്രൊസസ്സർ, മെമ്മറി, അല്ലെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, അത് വരാൻ കൂടുതൽ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കമ്പൈലർ ഇൻ്റർപ്രിറ്ററിൻ്റെ കമ്പാരിസൺ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. സിസ്റ്റം സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറിൻ്റെ ഒരു കമ്പാരിസൺ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ലീനിയർ സെർച്ച് എന്ന് പറയുന്ന പ്രോഗ്രാം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുവാണെങ്കിൽ നല്ലതാണ്. കാരണം ലീനിയർ സെർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പല ഏരിയാസിൽ കാണാനായിട്ട് സാധിക്കും. ബബിൾ സോർട്ടും അതുപോലെ തന്നെയാണ്. രജിസ്റ്റേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ നമുക്ക് മോഡ്യൂൾ 1 എക്സ്പെക്റ്റ് ചെയ്യാം. മോഡ്യൂൾ 2 വരുമ്പോഴത്തേനും എഗെയിൻ സി പ്രോഗ്രാം എഴുതാനായിട്ട് നിങ്ങൾ പഠിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ സിയുടെ പക്ക പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് നേരത്തെ മോഡ്യൂളിൽ ജസ്റ്റ് ലോജിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡേറ്റ ടൈപ്സ്, പിൻറ്റ്, ഫ്ലോട്ട് കാര്യങ്ങളൊക്കെ, ടൈപ്പ് കാസ്റ്റിംഗ്, ടൈപ്പ് കൺവേർഷനൊക്കെ അറിഞ്ഞിരിക്കുക. വേരിയബിൾസ്, സ്റ്റാറ്റിക് വേരിയബിൾ പോലത്തേതൊക്കെ അറിഞ്ഞിരിക്കുക. പിന്നെ നമ്മൾ ചില ലൂപ്പുകൾ പഠിക്കും അല്ലേ, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്, ഇപ്പം ജമ്പിങ് ഇൻസ്ട്രക്ഷൻസ്, ഗോ ടു, അതൊക്കെ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എഗെയിൻ ഇതൊന്നും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അല്ല. ഇതൊക്കെ ബേസിക്സ് അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പ്രോഗ്രാം എഴുതാനായിട്ട് സാധിക്കും. പ്രസിഡൻസ്, അസോസിയേറ്റിവിറ്റി, ബ്രേക്ക്, കണ്ടിന്യൂ പോലത്തെ ഇതൊക്കെ നമ്മൾ നോക്കുന്നതാണ്. പിന്നെ വേരിയസ് ഓപ്പറേറ്റേഴ്സ് ഇൻ സി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ഓപ്പറേഷൻസ് അറിഞ്ഞിരിക്കണം. ഫോർമാറ്റഡ് ഇൻപുട്ടും റിപ്പീറ്റഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമ്മൾ സ്കാൻ എഫ്, പ്രിൻ്റ് എഫ് പോലത്തെ ബിൽഡ് ഇൻ ഫങ്ഷൻസ് ഉണ്ടല്ലോ, അപ്പോൾ അത് യൂസ് ചെയ്യുന്നതൊക്കെ. പിന്നെ മോഡ്യൂൾ 2 യൂഷ്വലി വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നമുക്ക് ബേസിക്കലി ഒരു പാറ്റേൺ തന്നിട്ട് അതിനെ എങ്ങനെയാണ് നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കുന്നത്. ഇപ്പം കണ്ടോ, ചിലതൊക്കെ ഉണ്ട് ഇങ്ങനെ പല സ്റ്റാറുകൾ, ഇങ്ങനെയൊക്കെ നമുക്ക് സ്റ്റാർ പ്രിൻ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ റീഡ് ആൻഡ് ഡിസ്പ്ലേ പോലത്തെ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് മോഡ്യൂൾ 2 എക്സ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മോഡ്യൂൾ 3 വരുമ്പോഴത്തേനും അറേസ് ആണ് ഇവിടെ വരുന്നത്. അപ്പം അറേയുടെ ഡിക്ലറേഷൻ എന്താണ് അറേ റിലേറ്റഡ്. അറേസ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് 1 ഡയമെൻഷൻ അറേ നമ്മൾ പഠിക്കുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 2 ഡയമെൻഷൻ അറേ പഠിക്കുന്നുണ്ട് അല്ലേ, റോസും കോളംസിൻ്റെയും പഠിക്കുന്നുണ്ട്. അപ്പം ഇതെന്ന് പറയുന്നത് ബേസിക്കലി മെട്രിക്സ് അല്ലേ. അപ്പോൾ മെട്രിക്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. മെട്രിക്സ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ട്രാൻസ്പോസ്. പിന്നെ ഇതിൽ മോഡ്യൂൾ 3 ഫസ്റ്റ് പാർട്ട് മെട്രിക്സ് ആണ്, സെക്കൻഡ് പാർട്ട് സ്ട്രിങ് ആണ്. സോ സ്ട്രിങ്ങിൻ്റെ കുറച്ച് ബിൽഡ് ഇൻ ഫങ്ഷൻസ്, സ്ട്രിങ് ലെങ്ത്, സ്ട്രിങ് കൺകാറ്റിനേഷനൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഒക്കറൻസ് കമ്പയർ ചെയ്യുക, ലാർജസ്റ്റ് എലമെൻ്റ് ഒക്കെ കണ്ടുപിടിക്കാൻ, പാലിൻഡ്രോം കണ്ടുപിടിക്കാനൊക്കെ പ്രോഗ്രാംസ് വരാം. സോ ഇത് ഒന്നെങ്കിൽ അറേസിൽ അല്ലെങ്കിൽ സ്ട്രിങ്ങിൽ എവിടെയെങ്കിലും നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കണം. കാരണം മെജോറിറ്റി ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ ഇതിലൊരു പാർട്ട് സ്ട്രോങ് ആയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മോഡ്യൂൾ 4 വരുമ്പോഴത്തേനും നമുക്ക് കൂടുതൽ ഇവിടെ കാണാനായിട്ട് പറ്റുന്നത് ഫങ്ഷൻസ് ആണ്. ഫങ്ഷനും റിക്കേഷനാണ്. റിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിന്നെ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിനാണ് നമ്മൾ റിക്കേഷൻ എന്ന് പറയുന്നത് അല്ലേ. റിക്കേഷൻ റിലേറ്റഡ് എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫങ്ഷൻസിൻ്റെ സ്കോപ്പ്, ലൈഫ് ടൈം, ഡിക്ലറേഷൻ, ഡെഫിനിഷൻ, കോൾ, ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ചിലപ്പോൾ ഒരു സി പ്രോഗ്രാം ഒരു ഫംഗ്ഷനായിട്ട് എഴുതാൻ പറയാം. അതായത് ഇപ്പോൾ എനിക്ക് സം എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഇപ്പം ഞാനൊരു ബോഡി സം ഇസ് ഈക്വൽ ടു സോ ആൻഡ് സോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എഴുതുവാണ് എന്നുണ്ടെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫംഗ്ഷനായിട്ട് എഴുതാനായിട്ട് നമുക്ക് ചോദിക്കാം. പാസിങ്, പാരാമീറ്റർ പാസ് ചെയ്യുന്നത്, ഫോർമൽ, ആക്ച്വൽ എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരാം. സ്റ്റോറേജ് ക്ലാസ്സസ് ചോദിക്കുന്നതാണ്. സ്ട്രക്ചർ ആൻഡ് യൂണിയൻ, അതിൻ്റെ റിലേറ്റഡ് ഒരു പ്രോഗ്രാം ഉറപ്പായിട്ടും വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ നോക്കി വെക്കാനായിട്ട് ശ്രമിക്കുക.
മോഡ്യൂൾ 5 വരുമ്പോഴത്തേനും നമുക്ക് പോയിൻറ്റേഴ്സിൻ്റെയും ഫയൽസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. സോ നമ്മൾ ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഓപ്പറേഷൻസും ഫയൽ റീഡിംഗ് മോഡ്സ്, ഫയൽ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള മോഡ്, പല ഫങ്ഷൻസ് ഉണ്ട് ഫയലിൻ്റെ. ഇപ്പോൾ ഇതുപോലെ ബ്രാക്കറ്റ്സിൽ കൊടുത്തിരിക്കുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അതും പിന്നെ നമ്മൾക്ക് സ്റ്റാർ, ആറ്റ്, പിന്നെ ഈ 3 എണ്ണത്തിന് ഡിഫറൻസ് അറിഞ്ഞിരിക്കണം അല്ലേ. ഇതെന്ന് പറയുന്നത് നമ്മൾ പോയിൻറ്റേഴ്സിനെ പറയുന്നതാണ്, ഇതെന്ന് പറയുന്നത് അഡ്രസ്സിനെ പറയുന്നതാണ്. ആൻഡ് ദിസ് ഇസ് ഫോർ ദി അറേ ഇൻഡെക്സ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ഇവരെ കമ്പയർ ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പോയിൻറ്റേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാം. നമുക്കിങ്ങനെ പോയിൻറ്റർ യൂസ് ചെയ്ത് അറേ ആക്സസ് ചെയ്യാം. പിന്നെ പോയിൻറ്റേഴ്സ് പാസ് ചെയ്യുന്ന വാല്യൂ, ഇപ്പോൾ പാസ് ബൈ റെഫറൻസോ പാസ് ബൈ വാല്യൂ പോലത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരാം. ആക്സസ്, ഫയൽ ആക്സസ്, സീക്വൻഷ്യൽ റാൻഡം ആക്സസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി പ്രോഗ്രാമിന് ഇവിടെ ഒരു പാറ്റേൺ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലായിരിക്കും. സോ അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കൊടുത്താൽ മതി. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.